പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ മുത്തശ്ശനെ കാണിക്കുന്നത് രണ്ടുപേരും ചായ കുടിച്ചിരിക്കുന്നു. അങ്ങനെ മുത്തശ്ശനോട് പറയണേ, ഇദ്ദേഹം ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഞാൻ ഒരുപാട് ദൈവങ്ങളോട് പ്രാർത്ഥിച്ചതാ, നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ വഴിപാടും നേർന്നതാ, എന്നിട്ടും നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടില്ല. കുട്ടികൾ മല ചവിട്ടിയതും ഇദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ്, അതും ഭഗവാൻ കേട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ, ആര് പറഞ്ഞു ഭഗവാൻ കേട്ടില്ല? എല്ലാം ഭഗവാൻ കേട്ടിട്ടുണ്ട്. എന്നിട്ടാണ് അസുഖത്തിനൊരു കുറവുമില്ലാത്തതെന്ന് ചോദിച്ചപ്പോൾ, ആര് പറഞ്ഞു വസുന്ധരെ അസുഖത്തിന് കുറവില്ലാന്ന്? നന്നായി കുറഞ്ഞിട്ടുണ്ട്. കുറഞ്ഞെന്ന് മാത്രമല്ല, ഒട്ടുമില്ലടോ, മാറി എന്ന് പറഞ്ഞപ്പോൾ, എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയണതല്ലേ എന്ന് ചോദിക്കും. അല്ല ഡോക്ടർ, ചോദിച്ചു നോക്കൂ, ഞാനും ഡോക്ടറും തമ്മിലുള്ളൊരു കരാറാണത്. എന്താ അങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ, എൻ്റെ അസുഖങ്ങളെല്ലാം മാറി. അത് കേട്ടപ്പോൾ ചെറിയൊരു സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഡോക്ടറോട് പറഞ്ഞ് ഇതാരും അറിയരുതെന്ന്, ഞാനും ഡോക്ടറും മാത്രം അറിഞ്ഞാൽ മതിയെന്ന്. കാരണം നമ്മുടെ കാരണന്മാർ പറഞ്ഞിട്ടുണ്ട്, നുണ പറയരുതെന്ന്, സത്യം മാത്രമേ പറയാവൂന്ന്. പക്ഷെ നമ്മളെ സ്നേഹിക്കുന്നവരുടെ നന്മയ്ക്കായിട്ട് നമുക്ക് കുറച്ച് നുണയൊക്കെ പറയാടോ. കാരണം നമ്മുടെ തറവാട് പഴയതുപോലെയല്ല, വ്യത്യാസങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ അസുഖത്തിൻ്റെ പേരിലെങ്കിലും അവർ ഒന്ന് നന്നായി നടക്കും, അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശനിങ്ങനെ പറഞ്ഞപ്പോൾ അത് നല്ലതാണെന്ന് തോന്നി നമ്മുടെ മുത്തശ്ശിക്ക്. പക്ഷേ മുത്തശ്ശി പറയുന്നുണ്ട്, എന്നാലും അസുഖമല്ലേ, അത് തിരിച്ചടിക്കും, അങ്ങനെ പറയാൻ പാടില്ല. തിരിച്ചടിക്കണമെങ്കിൽ അടിക്കട്ടടോ, 75 വയസ്സായില്ലേ, ഇനിയിപ്പോൾ പോയാലെന്ത്? അല്ലെങ്കിൽ തന്നെ താനിവിടെ ജീവിച്ചിരിക്കുമ്പോഴേ ഞാൻ പോകും, താൻ പേടിക്കണ്ട. ഭാര്യമാർ ജീവിച്ചിരിക്കലേ ഭർത്താക്കന്മാർ പോകണം. അല്ലെങ്കിൽ ആദ്യം അവരൊന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ജീവിതം, ആണുങ്ങളുടെ ജീവിതം കഷ്ടത്തിലാവും എന്നൊക്കെ പറഞ്ഞപ്പോൾ മുത്തശ്ശിക്ക് ഇങ്ങനെ വിഷമാവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജയൻ എന്തൊക്കെയോ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടേക്ക് ദേവയാനി വന്നിട്ട് പറയും, ചേട്ടാ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്, എന്താണെന്ന് ചോദിക്കും. എനിക്ക് എന്നെ സഹായിച്ച ആ പെൺകുട്ടിയെ ഒന്ന് കാണണമല്ലോ എന്ന് പറയും. അപ്പം ജയനാകെ ഒന്ന് ഞെട്ടുന്നുണ്ട്. അതിപ്പോൾ അങ്ങനെ പെട്ടെന്നൊരു കാണണം എന്ന് പറയണേ. എനിക്ക് കാണണം. അതിപ്പോൾ അവർ എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല, അവരായിട്ട് കൂടുതൽ കോണ്ടാക്ട് നിൻ്റെ മോനാണെന്ന് പറയും. ശരി, അവളുടെ പേരെന്ത് എന്ന് ചോദിക്കും. പേര് എന്ന് പറഞ്ഞിട്ട് ജയൻ ഇങ്ങനെ ആകെ തപ്പി പോലെ പറയുമ്പോൾ, നയനാന്നല്ലേ അവളുടെ പേരെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ജയനാകെ ഞെട്ടുന്നുണ്ട്. ഞെട്ടി ദേവയാൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ, അല്ലാന്ന് ഹോസ്പിറ്റലിൽ വെച്ച് പറയുന്നത് കേട്ടേ, ആദർശിൻ്റെ ഭാര്യയുടെ പേരും എന്നെ സഹായിച്ച പെൺകുട്ടിയുടെ പേരും നയനാന്നാണെന്ന്. എന്നിട്ട് എന്താ ജയേട്ടന് ഇതൊന്നും അറിയില്ലേന്ന് ചോദിക്കും. അത് എനിക്ക് അറിയായിരുന്നു, പക്ഷേ ഞാനത് പെട്ടെന്ന് പറഞ്ഞാൽ തനിക്ക് നമ്മുടെ മരുമോളുടെ പേര് നയനാന്നായതുകൊണ്ട് തനിക്ക് ആ പേര് കേൾക്കുമ്പോൾ ചതുർത്ഥിയാണല്ലോ, അതുകൊണ്ടാണ് ഞാനത് പറയാഞ്ഞെന്ന് പറഞ്ഞപ്പോൾ, എന്നെ സഹായിച്ച പെൺകുട്ടിയുടെ പേര് നയന എന്നായതുകൊണ്ട് ഇപ്പം എനിക്ക് നയന എന്ന് പേര് കേൾക്കണതിനോട് അത്ര വലിയ അയിത്തൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ സമാധാനമായി എന്ന് പറയും. നയനയുടെ പ്രായം തന്നെയാണോ ആ പെൺകുട്ടിക്കെന്ന് ചോദിക്കും. ഏതാണ്ട് അതേപോലൊക്കെ തന്നെയാണ്, 1 വയസ്സൊക്കെ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നുണ്ടെന്ന്. ഒരേ പ്രായം എന്നാണല്ലോ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ, ഇതൊന്നും ചേട്ടൻ അന്വേഷിക്കുന്നില്ലെന്ന് വെച്ചപ്പോൾ, കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ അന്വേഷിച്ചില്ല, സഹായിക്കാൻ മനസ്സ് കാണിച്ചു, അത്ര മാത്രം, അത് മാത്രം ഞാൻ ആഗ്രഹിച്ചുള്ളൂ എന്ന് പറയും. നിങ്ങൾ അച്ഛനും മോനും എന്തൊക്കെയോ അതിൽ നിന്ന് മറയ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ, എന്ത് മറയ്ക്കാൻ? നല്ല മനസ്സിൻ്റെ ഉടമയായ ഒരു പെൺകുട്ടി ഇങ്ങോട്ട് വന്ന് തന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു. സഹായിച്ചു. ആ പെൺകുട്ടി ആകെ ആവശ്യപ്പെട്ടത് ഞങ്ങളോട് ഒരേ ഒരു കാര്യമാണ്, ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് ആരും അറിയരുതെന്ന്, അഡ്രസ്സും മറ്റുള്ള കാര്യങ്ങളൊന്നും ആരും അറിയരുതെന്ന്. അത് ഞങ്ങൾക്ക് ചെയ്യേണ്ടടോ, ഒരു സഹായം പോലും സ്വീകരിക്കാണ്ട് ഇത്രയും വലിയ നന്മ ചെയ്ത ആ പെൺകുട്ടി പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ അനുസരിച്ചു എന്ന് മാത്രം പറഞ്ഞ് വേഗം അവിടുന്ന് തടി തപ്പണ് ജയൻ. പിന്നെ കാണിക്കുന്നത് അനാമിക മൊബൈൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നീ ഇവിടെ ഒന്ന് മൊബൈൽ തോണ്ടിക്കൊണ്ടിരുന്നോ, നീ ഒന്ന് അനീനെ വിളിക്കടി എന്ന് പറഞ്ഞു. ഞാൻ എന്തിനാ അനീനെ വിളിക്കണം എന്ന് വരും. അനീനെ വിളിച്ചിട്ട് നീ പോകാൻ നോക്ക്, അല്ലെങ്കിൽ ഇവിടെ തന്നെ നിന്നാൽ ശരിയാവില്ല. പിന്നെ അവൻ മലയ്ക്ക് പോയി വന്നിട്ട് എന്നെ ഒന്നും വിളിച്ചിട്ടില്ല, പ്രസാദവും കൊണ്ട് ഇങ്ങോട്ട് വന്നോ, അതും ഉണ്ടായില്ല, പിന്നെ എന്തിന് ഞാൻ അവനെ വിളിക്കണം എന്ന് പറഞ്ഞു. ഞാനും അച്ഛനും എത്ര തവണ നിന്നോട് പറഞ്ഞടി ഒന്ന് വിളിക്കുന്നു, എന്നിട്ട് നീ കേട്ടോ മലയ്ക്ക് പോയ സമയത്ത് എന്ന് പറഞ്ഞു. അതൊക്കെ തന്നെയാണ് നിൻ്റെ കുഴപ്പമെന്ന് പറയും. അതും പോട്ടെ, നീ ആ വല്യമ്മനെങ്കിലും ഒന്ന് വിളിച്ചിരുന്നെങ്കിലോ, അവൻ്റെ വല്യമ്മനെ അത്യാവശ്യം എന്തെങ്കിലും വിശേഷമൊക്കെ ചോദിച്ച്, കുറവുണ്ടോ, ശരീരം നോക്കണം, അതിന് എന്നെ ഇപ്പോൾ വിളിക്കുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും നീ അവിടെ അവിടെ കയറി ചെല്ലേണ്ടതല്ലേടി, നിനക്കറിയാലോ. അവരെ മുന്നിൽ അവൻ്റെ വല്യമ്മരെ കാല് പിടിച്ചിട്ട് എനിക്ക് അങ്ങോട്ട് കയറണ്ടെന്ന് പറഞ്ഞപ്പോൾ, വേണ്ട, കയറണ്ടെങ്കിൽ കയറണ്ട, നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് മഹത്വം പറയാനായിട്ട്,
എങ്ങനെയെങ്കിലും അവിടെ കയറിപ്പറ്റി നമ്മുടെ കടവും ബാധ്യതയും തീരുന്നവരെങ്കിലും നീ അവിടെ നിന്നിട്ട് പിന്നെ അനിയെ ഉപേക്ഷിച്ചാലും കുഴപ്പമില്ല എന്ന് പറയും. അങ്ങനെ അച്ഛനെ കൊണ്ട് ഒരു ഗുണമില്ല എന്നൊക്കെ വീണ്ടും പറഞ്ഞപ്പോൾ ശരി ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് വിളിക്കിന്. അനാമിക വല്യമ്മേനെ വിളിക്കുന്ന പോലെ കാണിക്കുന്നുണ്ട്. പിന്നെ ആദർശിൻ്റെ അടുത്തേക്ക് നമ്മുടെ ദേവയാനി ചെല്ലുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ആദർശേ അനാമിക പോയിട്ട് എത്ര നാളായി? എനിക്ക് അവളെ വിളിച്ചുകൊണ്ട് വരുന്ന വല്ല വിചാരമുണ്ടോ? നീ അനിയോട് പറയും അവളെ വിളിച്ചുകൊണ്ട് വരാനപ്പം. ഞാൻ പറഞ്ഞിട്ട് എന്താ കാര്യം? വിളിച്ചുകൊണ്ട് വരണമെന്ന് അവന് തോന്നണ്ടേ എന്നൊക്കെ പറയുമ്പോൾ, നിനക്ക് നിൻ്റെ ഭാര്യനെ വിളിച്ചുകൊണ്ട് വരാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ, അതിനുവേണ്ടി എന്നെ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ അവൻ്റെ ഭാര്യനെ വിളിച്ചുകൊണ്ട് വരാൻ നിനക്ക് അവനോട് പറഞ്ഞൂടെ? അവൻ്റെ കുടുംബജീവിതം നശിക്കുന്നത് കാണാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ മുകളിൽ നിന്നിങ്ങനെ ഇറങ്ങി വരികയാണ് ജാനകി. അവൻ പറയൂല ഏട്ടത്തി, അവൻ പറയൂല. അവൻ്റെ ഭാര്യനെ വിളിച്ചുകൊണ്ട് വരാൻ മാത്രം അവന് ആഗ്രഹമുള്ളൂ. എൻ്റെ മോൻ്റെ ജീവിതം നശിക്കുന്നതിൽ അവന് ഒരു വിഷമമില്ലെന്ന് പറഞ്ഞപ്പോൾ, ഇളയമ്മ ആവശ്യമില്ലാത്തത് പറയരുതിട്ടാ. ഞാൻ അവനോട് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവനിപ്പോൾ വെറുപ്പ് നയനനെ അവൾ പിടിച്ച് തള്ളിയത് കൊണ്ടാണ്. അതിനൊരു എന്താണ് കാരണം എന്ന് ചോദിക്കും. അപ്പോൾ ദേവയാനിയും പറയും, അവൻ അവിടേക്ക് പോകുന്നത് അവൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലേ എന്ന് പറയും. അവൻ പോകുന്നത് അവളെ കാണാനല്ല, എൻ്റെ ഭാര്യയെ കാണാനെന്ന് പറയും, അവൻ്റെ ഏട്ടത്തിനെ. പിന്നെ ആയുർവേദ മരുന്നും മേടിച്ച് പോകാൻ അവൾക്ക് എന്താണ് അസുഖം എന്ന് ചോദിക്കും. അസുഖം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളെന്തിനാ അതൊക്കെ അറിയണേന്ന് ചോദിക്കും. അവളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവളെ പിടിച്ച് തള്ളിയത് ഒട്ടും ശരിയായില്ല എന്ന് പറഞ്ഞ് ആദർശ് ചാടി എഴുന്നേൽക്കും. അത് തന്നെയാണ് അവളുടെ അവസ്ഥയുടെ കാര്യം എന്തിട്ടെന്ന് ചോദിക്കണേ. അതെ, എനിക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. അവളുടെ മഹത്വം നിങ്ങളെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഗതികെട്ട സമയമായിപ്പോയി എന്ന് പറഞ്ഞ് ആദർശ് അവിടുന്ന് ചാടി തുള്ളി പോവും. അപ്പോൾ ദേവയാനി എന്തൊക്കെയോ ഇവർ മറക്കുന്നുണ്ട്, എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നും പറയുന്നുണ്ട്. എൻ്റെ മോൻ്റെ ജീവിതം നന്നായി കാണാൻ ഇവനൊന്നും ആഗ്രഹിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ അങ്ങനെ ചിന്തിക്കൂല എന്നും പറഞ്ഞ് ജാനകിനോട് ദേഷ്യപ്പെടുന്നുണ്ട് ദേവയാനി. എന്തായാലും ഇപ്പോൾ ഇവൻ പോയിട്ടുണ്ടാവും നേരെ അനിയുടെ അടുത്തേക്കിന്. അപ്പോൾ അവർ സംസാരിക്കുന്നത് കേൾക്കുന്നത് എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റും എന്നും പറഞ്ഞ് ദേവയാനി പതുക്കെ ആദർശിൻ്റെ പിന്നാലെ പോകും. അത് അവിടെ അനി കവിത എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. നീ ഇവിടെ കവിത എഴുതിയിരുന്നോ? നീ അനാമികനെ വിളിച്ചിട്ട് വരാത്തതിൽ കുറ്റം കേൾക്കണം മുഴുവൻ എനിക്കിന്. അതുപോലെ തന്നെ നിന്നോട് എത്രയോ തവണ പറഞ്ഞിട്ടുണ്ടടാ, നന്ദു അങ്ങോട്ട് പോകരുത്, നന്ദുവിനെ കാണരുതെന്ന്. ഞാൻ പോണത് നന്ദുവിനെ കാണാനല്ലല്ലോ, എൻ്റെ ഏട്ടത്തിയെ കാണാനല്ലേ. ഏട്ടൻ അനാമികനെ വിളിച്ചിട്ട് വരാൻ പറയുന്ന താല്പര്യം സ്വന്തം ഭാര്യയെ വിളിച്ചുകൊണ്ടിരുന്നതിൽ കാണിക്കുന്നുണ്ടെങ്കിൽ എത്ര നന്നായി. അനാമികനെ പോലെയാണോ എൻ്റെ ഏട്ടത്തി? ഈ വീടിന് വേണ്ടി എത്ര വലിയ പുണ്യമാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞപ്പോൾ ദേവയാനിയൊക്കെ എല്ലാം കേട്ട് നിൽക്കുന്നുണ്ട്. ഒന്നും മനസ്സിലാവുന്നില്ലെങ്കിലും എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ എന്നുള്ള കാര്യം ഉറപ്പായിട്ടും മനസ്സിലായി. അത്ര നല്ല കാര്യം ചെയ്ത ഏട്ടത്തിനെ അവിടെ നിർത്തിയിട്ട് കുടുംബത്തെ ദ്രോഹിക്കുന്ന അവളെ, ക്രിമിനൽ സ്വഭാവമുള്ള അവളെയും അവളുടെ അച്ഛനെയും അമ്മനെയൊക്കെ ഇങ്ങോട്ട് സ്വീകരിക്കാനുള്ള നിങ്ങൾ പറയുന്നത് എന്തായാലും ഇനി ഇപ്പം നന്ദുവിനോട് ചെയ്തതും കൂടെ എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവളെ വിളിക്കാൻ തയ്യാറല്ല, അവളുടെ സാരിത്തുമ്പിൽ ഞാൻ നടക്കുകയില്ല എന്നും പറഞ്ഞ് ആദർശിനോട് ദേഷ്യപ്പെടുക ചെയ്യുന്നത്. ദേവയാനാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്, എന്താണെന്നൊന്നും മനസ്സിലാവണില്ലല്ലോ എന്നും പറഞ്ഞിട്ട് ദേവയാനി പോകും. പിന്നീട് കാണിക്കുന്നത് കരകര വീടിന് ഗോവിന്ദൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് പറയുന്നു നന്ദുവിനോട് ഇനി അധികം പുറത്തൊന്നും ഇറങ്ങി നടക്കണ്ടെന്ന് പറയും. കേസ് കൊടുക്കാനും പറ്റാത്ത അവസ്ഥയായി. കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബന്ധുക്കളായിരിക്കും അറസ്റ്റിലാവുക, അതുകൊണ്ട് അതും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് അപ്പോൾ തന്നെ നമ്മുടെ കനക പറയുന്നുണ്ട്, ആദർശിൻ്റെ അമ്മയ്ക്ക് ഇത്രയും വലിയൊരു അപകടം പറ്റിയിട്ട് പോലും കേസ് കൊടുത്തിട്ടില്ല, പോലീസ് കയറി ഇറങ്ങണത് അവർക്ക് അപമാനമാണ്, അതുകൊണ്ടാണ് അവരതുപോലും ചെയ്യാത്തത് എന്നും പറഞ്ഞിരിക്കുന്ന സമയത്ത് വണ്ടിയിലെ ഓണടി കേൾക്കും. അപ്പോൾ നയന വന്ന് നോക്കും, ആദർശമായിരിക്കും. മരുന്നും കൊണ്ടുവരുന്നുണ്ട്, മെഡിസിനും കൊണ്ടുവന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, നീ ഇങ്ങനെ വാശി പിടിക്കരുത്, നീ വരണം, ഞാനും അച്ഛനും അനിയും അതുപോലെ തന്നെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, അവിടെ എല്ലാവരും നിന്നെ കാത്തിരിക്കുന്നു എന്നാണ് ആദ്യം പറയുന്നത്. ആരാണ് ആദർശേട്ടാ എല്ലാവരും? എൻ്റെ അമ്മായിമ്മ എന്നെ കാത്തിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. അമ്മ ചോദിച്ച് ബാക്കി എല്ലാവരും ഉണ്ടല്ലോ, നീ വായോ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ എനിക്ക് വയ്യ അവിടെ വന്നു കഴിഞ്ഞിട്ട് വഴക്കുണ്ടാക്കാൻ, അമ്മ വിളിച്ചാൽ വരുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ കാരണം ആ ഒരു സ്വാതന്ത്ര്യത്തിലെങ്കിലും എനിക്ക് അവിടെ ജീവിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടെന്ന് പറയും. നീ നിൻ്റെ ചേച്ചിയുടെ കാര്യമല്ലോ ചോദിക്കുക, അബി പോലും അവൾ നവ്യയ്ക്ക് കൂട്ടില്ല, രണ്ടുപേരും പരസ്പര ശത്രുക്കളെ പോലെയാണ് കഴിയുന്നത്, എല്ലാവരും അവൾക്കെതിരെയാണ്, എന്നിട്ടും അവൾ അവിടെ പിടിച്ച് നിൽക്കണില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കുറച്ച് നാളും കൂടെ മനസ്സമാധാനത്തോടെ ഇവിടെ കഴിയട്ടെ ആദർശേട്ടാന്ന് പറഞ്ഞപ്പോൾ ശരി ഞാൻ ഇനി നിന്നെ വിഷമിപ്പിക്കുന്നില്ല, നിൻ്റെ ഇഷ്ടത്തിന് വായോ എന്ന് പറഞ്ഞ് ആദർശ് പോവും. ഒരു വെള്ളം പോലും കുടിക്കാണ്ട്. മോന് വിഷമമായി എന്ന് പറഞ്ഞപ്പോൾ സാരമില്ല അച്ഛാ, അല്ലെങ്കിലും ഞാനും അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഞാനും ആദർശേട്ടൻ്റെ അമ്മരെയും ഇടയിൽ കിടന്ന് അദ്ദേഹം നീറുള്ളൂ എന്ന് പറയും. പിന്നീട് കാണിക്കുന്നത് ജയനാണ്. ജയൻ ഒരുങ്ങി ഓഫീസിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ ജയേട്ടാന്ന് വിളിച്ച് പിന്നാലെ വരുന്നുണ്ട് ദേവയാനി. ഒരുങ്ങി സുന്ദരിയൊക്കെ ആയിട്ടാണ് വരുന്നത്.
നീ എവിടേക്കാ ഒരുങ്ങി പോണേന്ന് ചോദിച്ചപ്പോൾ ഒരു സ്ഥലം വരെ പോകാനുണ്ട്. ഞാൻ മാത്രമല്ല നമ്മൾ 2 പേരും എന്ന് പറഞ്ഞു. ഞാൻ ഓഫീസിലേക്ക് പോണേ. ആ പോയിക്കോ, ഞാൻ പോണ സ്ഥലത്ത് പോയിട്ടൊന്ന് പോയാൽ മതി. എവിടേക്കെന്ന് പറഞ്ഞപ്പോൾ എന്നെ സഹായിച്ച ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് എനിക്കൊന്ന് പോകണമെന്ന് പറയും. എടോ താൻ എന്തീ പറയണത്? അത് അവർ അവിടെ ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ പെട്ടെന്ന് പോയി കാണാൻ അവർക്കത് ഇഷ്ടപ്പെടുമോയെന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഇതെന്തോ കഷ്ടമാണത്. ഒന്ന് കാണാനല്ലേ പോകുന്നുള്ളൂ. എനിക്ക് ആ വീടൊന്ന് കണ്ടാൽ മതി. നിങ്ങൾ ആ അകത്തേക്കൊന്നും കൊണ്ടുപോയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയും. ആ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശി അവിടേക്ക് വരും. എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അതേ ഇയാളെ സഹായിച്ച ആ പെൺകുട്ടീനെ കാണണം എന്നാണ് പറയണതെന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശനും മുത്തശ്ശി ഇങ്ങനെ ഞെട്ടുന്നുണ്ട്. പറയുന്നുണ്ട് ഈ സമയത്ത് ഒരിക്കലും പോകാൻ പാടില്ല, ഡോക്ടർ പറഞ്ഞിട്ടില്ലേന്ന് ചോദിക്കും മുത്തശ്ശൻ. അപ്പോൾ പറയും ഡോക്ടർ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, അത്യാവശ്യത്തിന് പുറത്ത് പോകാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് അത്യാവശ്യമാണ്, ഇത് അനാവശ്യമാണ്, ഇപ്പോൾ പോകേണ്ട ദേവയാനി എന്ന് പറഞ്ഞ് മുത്തശ്ശൻ ഇങ്ങനെ നിർബന്ധം പിടിക്കുമ്പോൾ ദേവയാനി ഇങ്ങനെ ഒന്നും മുത്തശ്ശനെ എതിർക്കാൻ പറ്റാത്തത് കൊണ്ട് ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ നിൽക്കും. ജയനാണെങ്കിൽ ആ സമയം കൊണ്ട് മുങ്ങാനുള്ള പെട്ടെന്ന് തന്നെ എനിക്ക് ഓഫീസിൽ നിന്ന് അർജൻറ്റ് മീറ്റിംഗ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് വേഗം അവിടെ നിന്ന് മുങ്ങും. അങ്ങനെ ദേവയാനി ഇങ്ങനെ അതൊക്കെ നോക്കി ഇങ്ങനെ സംശയത്തോടെ നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.